നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ജവാദ് മുസ്തഫ വി ആണ്. എന്തുകൊണ്ടാ ഈ പേരിങ്ങനെ ഇരിക്കുന്നേ? മുസ്തഫ വി, മുസ്തഫ എന്നുള്ള പേരല്ലേ നമ്മൾ എല്ലായിടത്തും കാണുന്നേ? ഓക്കെ, അത് യമനിലെ ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന ഒരു സൂഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഷെയ്ഖ് ഹബീബ് ഉമർ സ്ഥാപിച്ച അദ്ദേഹം നൽകുന്ന ഒരു സൂഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അവിടെ പഠിച്ച ആളുകൾ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ സക്കാഫി എന്നൊക്കെ പറയുന്ന പോലെ, മർക്കസ് സക്കാഫത്തിൽ സുന്നിയിൽ പഠിച്ച ആളുകൾ സക്കാഫി, ഈജിപ്തിൽ അൽ അസറിൽ പഠിച്ച ആളുകൾ അസ്ഹരി എന്നൊക്കെ പറയുന്ന പോലെ ഇതിലേക്ക് ചേർത്ത് വിളിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പഠിച്ച ആളുകളെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പൊ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ട ഹബീബ് ഉമർ ഉസ്താദിന്റെ ശിഷ്യനാണല്ലേ അങ്ങ്? അതെ അതെ അതെ. കാന്തപുരം ഉസ്താദ് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? കാന്തപുരം ഉസ്താദ്, എനിക്ക് തോന്നുന്നു ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള ചില ആളുകൾ ഉസ്താദിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. മറ്റു പലരും ബന്ധപ്പെട്ടിരുന്നു. ഈ അവസാന ഘട്ടത്തില് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത് യമൻ ആയതുകൊണ്ട് തന്നെ നിലവിൽ വളരെ അരക്ഷിതമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. അപ്പൊ അവസാന ഒരു ഘട്ടത്തിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല എന്ന് വന്നപ്പോഴാണ് ഉസ്താദ് തന്റെ സൗഹൃദം ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഹബീബ് ഉമറുമായിട്ട് ബന്ധപ്പെടുന്നതും ഈ കുടുംബത്തിലേക്ക് എത്താനുള്ള വഴികളൊക്കെ എളുപ്പമാകുന്നത്. അദ്ദേഹമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ മലയാളികൾക്ക് ഹബീബ് ഉമർ ഉസ്താദുമായിട്ടുള്ള? ഹബീബുമായിട്ട് ഒന്ന്, ഈ യമനില് കാന്തപുരം എന്ന് പറയുന്നത് വളരെ പോപ്പുലറാ. ഞാനവിടെ പഠിക്കുമ്പോൾ തന്നെ യമനിൽ മാത്രമല്ല, ഞാനതിന് ശേഷം ഈ അറബ് മധ്യേഷ്യ രാജ്യങ്ങൾ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഇത്തരം കുറച്ചും കൂടി മുസ്ലിം സമൂഹം താമസിക്കുന്ന അറബ് മധ്യേഷ്യൻ പ്രവിശ്യകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ എന്റെ തന്നെ വ്യക്തിപരമായ അനുഭവം, അവിടുത്തെ മുസ്ലിങ്ങളെ നമുക്ക് രണ്ട് രൂപത്തിൽ തരംതിരിക്കാൻ കഴിയും. ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഷാറൂഖ് ഖാനെ ചോദിക്കുന്ന ആളുകളും ഷെയ്ഖ് അബൂബക്കറിനെ ചോദിക്കുന്ന ആളുകളും. അപ്പൊ ഈ യമനിൽ തന്നെ നമ്മൾ പോകുമ്പോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുക ഷെയ്ഖ് അബൂബക്കറിനെ അറിയോ, ഷെയ്ഖ് അബൂബക്കറിനെ അറിയോ എന്നല്ലാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് ഷെയ്ഖ് അബൂബക്കറിന്റെ ശിഷ്യനാണ്, അനുയായിയാണെന്ന് പറയുമ്പോൾ ഭയങ്കര സ്വീകരണമായിരിക്കും. ഈ ഒരു ബന്ധം ഇപ്പൊ എനിക്ക് തോന്നുന്നു 20-25 വർഷം മുമ്പ് കാന്തപുരം ഉസ്താദ് യമൻ ഗവൺമെന്റിന്റെ അതിഥിയായിട്ട് അവിടുത്തെ ഗ്രാൻഡ് മോസ്ക് ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. അപ്പൊ മുൻ പ്രസിഡന്റ്, അവിടെ സെക്യുലർ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് അതിന്റെ പ്രസിഡന്റ് അബ്ദുള്ള സ്വാലിഹും കാന്തപുരം ഉസ്താദും വളരെ അടുത്ത ഒരു ആഴത്തിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. ഈ ഹബീബ് ഉമറുമായിട്ട് അവര് ഒരു സൂഫി പണ്ഡിതൻ, ഇപ്പൊ കാന്തപുരം ഉസ്താദും ഹബീബ് ഉമറും പല ലോക സമ്മേളനങ്ങളും ഒരുമിച്ച് പങ്കെടുക്കുന്ന സൂഫി പണ്ഡിതരാണ്. ഒരേ ആശയം പുലർത്തുന്ന ആളുകളാണ്. 2004 തന്നെ ഈ ഹബീബ് ഉമർ കേരളത്തിൽ വന്നിട്ടുണ്ട്. മലപ്പുറത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകുന്ന കാന്തപുരം ഉസ്താദിന്റെ കേരള മുസ്ലിം ജമാഅത്ത് എന്ന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം നേതൃത്വം നൽകുന്ന മഅ്ദിൻ അക്കാദമിയുടെ ശിലാസ്ഥാപനത്തിന് വേണ്ടി ഈ ഹബീബ് ഉമർ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ നോളജ് സിറ്റിയിലെ തന്നെയുള്ള ആ ഗ്രാൻഡ് മോസ്ക്, ഇന്ത്യൻ ഗ്രാൻഡ് മോസ്ക്, അതിന്റെ ഉദ്ഘാടനത്തിന് വന്നതും ഇദ്ദേഹമാണ്, ഈ ഹബീബ് ഉമറാണ്. ഇതിനൊക്കെ ശേഷം കാന്തപുരം ഉസ്താദ് അസുഖബാധിതനായി കിടന്നപ്പോ ഡിസ്ചാർജ് ആയതിനു ശേഷം സന്ദർശിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അത്രയും ആഴത്തിലുള്ള ഒരു അടുപ്പവും സൗഹൃദവും കാന്തപുരം ഉസ്താദിന് ഇദ്ദേഹത്തോടുണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ അവിടുന്ന് പഠിക്കുന്ന സമയത്ത് തിരിച്ച് നാട്ടിലേക്കൊക്കെ വരുമ്പോൾ കാന്തപുരം ഉസ്താദിനുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്തേക്കും. വളരെ ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധം അവർ തമ്മിലുണ്ട്. എങ്ങനെയായിരുന്നു ഇടപെടലുകൾ നടത്തിയത്? ഇപ്പോ ഹബീബ് ഉമർ ഉസ്താദ് എന്ത് ഇടപെടലാണ് യമനിൽ നടത്തിയത് നിമിഷപ്രിയ വിഷയത്തില്? ഇതിലൊരു വലിയ പ്രശ്നം, യമനിലെ ഗവൺമെന്റ്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ഇവിടെ നിന്ന് ഇമേജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് സിസ്റ്റം അല്ല അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗത്ത് യമനിൽ റാഷിദ് അൽ ഹലീമിയുടെയും എത്ര കാലം അവിടെ പഠിച്ചത്? 2 വർഷത്തോളാണ്. 2 വർഷം. എന്തൊക്കെയാ കണ്ടിട്ടുള്ളത് അനുഭവങ്ങൾ? അവിടുത്തെ അവിടുത്തെ ഒരു സമൂഹം, അവിടുത്തെ സൊസൈറ്റി, അവിടുത്തെ സ്റ്റേറ്റ്, ഹൂത്തികളാണല്ലോ അവിടെ ഭരിക്കുക എന്ന് പറയുമ്പോ ഏത് തരത്തിലുള്ള 2 സ്റ്റേറ്റ് ഉണ്ട് അവിടെ നിലവിൽ. സൗത്ത് യമന് ഔദ്യോഗിക ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയാണ്. സൗദി പിന്തുണയുള്ള ഔദ്യോഗിക ഗവൺമെന്റ്, അതാണ് റാഷിദ് അൽ ഹലീമിയും സാലിം സലാം അബ്ദുള്ളയ്ക്ക് നേതൃത്വം നൽകുന്ന ഗവൺമെന്റ്. എന്നാൽ നോർത്ത് യമൻ, അത് പഴയ യമനിന്റെ ക്യാപിറ്റലായ സെന കേന്ദ്രീകരിച്ച് അവരുടെ പാർലമെന്റും മറ്റൊക്കെ ഉണ്ടായിരുന്ന സെന, അത്തരം അവരുടെ ഭരണകൂട സ്ഥാപനങ്ങളും ക്യാപിറ്റൽ സിറ്റി ഉൾക്കൊള്ളുന്ന നോർത്ത് യമൻ പ്രവിശ്യയും നിലവിൽ ഹൂത്തി അധിനിവേശ പ്രദേശങ്ങളാണ്. അഹമ്മദ് അൽ റവാഹിന്റെ നേതൃത്വത്തിലുള്ള ഹൂത്തി അലയൻസ് ആണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് യമനില്. അപ്പൊ ഈ 2 ഭരണകൂടങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ അവർക്ക് വിദേശ ബന്ധങ്ങളും, വളരെ അരാഷ്ട്രീയമായ ഒരു അരക്ഷിതാവസ്ഥ നിലവിൽ അവിടെ ഉണ്ട്. അവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റേറ്റ് സംവിധാനങ്ങളില്ല, വിദേശ നയതന്ത്ര ബന്ധങ്ങളില്ല, മറ്റ് വിദേശ രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റിക് സ്ഥാപനങ്ങളും എംബസികളും ഒന്നും അവിടെ ഇല്ല. ഇത്തരൊരു രാജ്യത്ത് അവിടുത്തെ കോടതി വ്യവഹാരങ്ങളിൽ ഒരു സ്റ്റേറ്റിന് ഇടപെടുന്നതിൽ ഒരുപാട് പരിമിതികൾ നിലവിലുണ്ട്. അതൊരിക്കലും ഇന്ത്യയുടെ കുഴപ്പമല്ല, നമ്മുടെ നിസ്സഹായതയാണ്, നമുക്കവിടെ ഒന്നും ചെയ്യാനില്ല. മറ്റൊരു പ്രശ്നം,
സ്റ്റേറ്റ് ചെയ്യേണ്ട വിഷയമല്ല. ഇതൊരു ജിനായത്ത് കോടതി എന്ന് പറയും. അവിടുത്തെ ശരിയ ലോ പ്രകാരം ക്രിമിനൽ കേസുകൾ എടുക്കുന്ന ജിനായത്ത് കോർട്ട്. ജിനായത്ത് കോർട്ടിൽ ശരിയ ലോ പ്രകാരം വധശിക്ഷ വിധിച്ചു. ഇനി ഈ ഹൂത്തി ഗവൺമെന്റിന്റെ പ്രസിഡന്റിന് പോലും അതിൽ റോളില്ല. ഇനി ഇതിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക ഈ കുടുംബത്തിന് മാത്രമാണ്. അപ്പൊ ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലിനേക്കാൾ കുടുംബവുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. കാന്തപുര ഉസ്താദിലേക്ക് ഇത് എത്തുമ്പോ ഈ കുടുംബവുമായിട്ട് ഇതുവരെ ബന്ധപ്പെടാൻ പറ്റിയില്ല എന്ന ആ, വിവരം കൂടി ഉസ്താദിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പൊ ഏകദേശം അതേ സമയത്താണ് ഞാൻ ഇതിൽ ഇടപെട്ടിരുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ചെറോ എന്ന് പറയുന്ന ഒരു സഹോദരനായിട്ട് വാട്സപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വി നീഡ് ഇന്റർവെൻഷൻ ഇൻ നോർത്ത് യമൻ. അപ്പോ മാത്രമല്ല, നമുക്ക് ഈ കുടുംബമായിട്ടൊന്നും ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം സംസാരിക്കേണ്ടായി. അത് അവരുടെ ഒരു കുഴപ്പമല്ല, സാധ്യമല്ല അവിടെ. ഇത് വളരെ വൈകാരികമായുള്ള ഒരു സാധന. നമ്മൾ നേരെ ഒരു റിവേഴ്സ് ചെയ്ത് ചിന്തിച്ചു നോക്കും. ഒരു യമനി പൗരൻ ഇന്ത്യയിൽ വന്നിട്ട് നമ്മളെ കൂട്ടത്തിൽ ഒരാളെ 8 കഷ്ണമാക്കി വെട്ടി നുറുക്കി കൊന്നാല് നമ്മൾ എന്തായിരിക്കും ആ പ്രതിയോട് എടുക്കുന്ന സമീപനം? ഇത് അവിടെ ഉണ്ട്. അവിടെ ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലുകൾ ഉണ്ട്. ഇപ്പൊ ഇന്ന് ഉൾപ്പെടെ ഫേസ്ബുക്കിൽ ഹബീബ് ഉമറിനെതിരെയുള്ള ക്യാമ്പയിൻ പോലും അവിടുത്തെ ചില തീവ്ര ഗ്രൂപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. ഈ ഒരു വൈകാരിക പശ്ചാത്തലത്തിൽ നമ്മൾ ആളുകൾക്ക് പോയി ഇടപെടുക എന്നുള്ളത് അത് അസാധ്യമായ ഒരു കാര്യമാണ്. ജീവൻ പണയം വെച്ച് നടത്തേണ്ട ഒരു ശ്രമമായിരുന്നു അത്. യമനിൽ തന്നെയുള്ള ഒരു സൂഫി ലീഡർ അതിൽ ഇൻവോൾവ് ആയി അദ്ദേഹം അനുനയ ശ്രമങ്ങൾ നടത്തുന്നതോടുകൂടി ഇത്രയും കാലം 5 വർഷം നമുക്ക് സാധ്യമാകാതിരുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിജയം. എന്തായിരുന്നു അതിന്റെ റൂട്ട്? എങ്ങനെയായിരുന്നു? ഇപ്പൊ കാന്തപുര ഉസ്താദ് ഹബീബ് ഉമറിനെ ആദ്യമായിട്ട് ഫോണിൽ ബന്ധപ്പെടുന്നു. അവർ ഉടനെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള യമനിൽ ഇടപെടുന്ന ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ നോക്കുമ്പോൾ അത് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആക്ഷൻ കൗൺസിലും മറ്റൊക്കെ ബന്ധപ്പെടുമ്പോൾ അവര് ഒരുപാട് സാമ്പത്തികമായ 40 ലക്ഷത്തോളം രൂപയൊക്കെ വാങ്ങിയിട്ടും കേസിൽ പ്രോഗ്രസീവ് ഇല്ല, നമുക്ക് ഡീറ്റെയിൽ തരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു നിസ്സഹായതയിൽ ഈ ഹബീബ് ടീമിനെ അറിയിച്ചപ്പോ അവര് തന്നെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് കേസിന്റെ ഹിസ്റ്ററി എടുത്ത് കാന്തപുര ഉസ്താദിന്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഇതാണോ നിങ്ങളുടെ കേസ് എന്നുള്ളത്. ഉസ്താദ് അവിടുന്ന് ഉസ്താദിന്റെ ഓഫീസ് വെരിഫൈ ചെയ്യുന്നു. അതിനുശേഷം അവർ ഇടപെടലുകൾ ആരംഭിച്ചു. അന്ന് ഉസ്താദ് വിളിച്ച അന്ന് തന്നെ ഈ ഹബീബ് ഉമറിന്റെ ആസ്ഥാനം തരീം എന്ന് പറയും. തരീം എന്ന് പറഞ്ഞാൽ ഒരു സൂഫികളുടെ നഗര, സിറ്റി ഓഫ് സൈന്റ് എന്നറിയപ്പെടുന്ന, അതിനെ കുറിച്ചിട്ട് പ്രശസ്തമായ ഡോക്യുമെന്ററികളൊക്കെ ഉണ്ട്. അപ്പൊ മുഴുവൻ ഈ സൂഫി ഗുരുക്കന്മാരുടെ ഒരു നഗരമാണ് തരീം എന്ന് പറയുന്നത്. അവിടെയാണ് ദാറുൽ മുസ്തഫ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ മമ്പുറം തങ്ങള്, ഇങ്ങനെയുള്ള കുറെ തങ്ങന്മാര്, ഈ ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന സൂഫി ഗുരുക്കന്മാരും തങ്ങന്മാരൊക്കെ വന്നത് യമനിലെ തരീം എന്ന് പറയുന്ന ഈ നാട്ടിൽ നിന്നാണ് ബഹുഭൂരിപക്ഷവും വന്നത്. അപ്പൊ ഈ തരീമിലാണ് ഹബീബ് ഉമറിന്റെ ആസ്ഥാനം. ഇവിടുന്ന് ഏകദേശം 15-16 മണിക്കൂർ ദൂരമുണ്ട് സെനക്കടുത്തുള്ള നോർത്ത് യമനിലെ ദമർ എന്ന് പറയുന്ന തലാലിന്റെ നാട്ടിലേക്ക്. ഉസ്താദ് വിളിച്ച അന്ന് തന്നെ, കാരണം നമ്മുടെ മുമ്പിൽ 2 ദിവസമേ ബാക്കിയുള്ളൂ. അവര് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ അഭ്യർത്ഥന ആയതുകൊണ്ട് തന്നെ ഗൗരവത്തിലെടുക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഈ ദാറുൽ മുസ്തഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജോയിന്റ് ഡയറക്ടറും ഈ ഹബീബ് ഉമറിന്റെ ജ്യേഷ്ഠന്റെ മകനുമായിട്ടുള്ള അബ്ദുറഹ്മാൻ അലി മഷ്കൂർ എന്ന് പറയുന്ന യമനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുവ നേതാവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തെ അവർ ദമറിലേക്ക് അയക്കുന്നു. ആദ്യഘട്ടങ്ങളിലെ ചർച്ച വളരെ ദുഷ്കരമായിരുന്നു. യുവാക്കളും മറ്റുമൊക്കെ അനുനയത്തിന് തയ്യാറല്ലാത്ത സാഹചര്യം വരുന്നു. അപ്പോഴാണ് ഈ തലാലിന്റെ ഉമ്മയുടെ അമ്മാവന്റെ മകനുണ്ട്, ജസ്റ്റിസ് മുഹമ്മദ് അമീൻ എന്ന് പറയും. അവര് ദക്ഷിണ യമനിലെ ഹുദൈദ സ്റ്റേറ്റിലെ ചീഫ് ജഡ്ജിയാണ്. അവര് ഈ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ സൂഫി ഓർഡറിലുള്ള ഒരു അനുയായി കൂടിയാണ്. മാത്രമല്ല ഹുദൈദയിലെ വലിയൊരു സൂഫി വരന്റെ മകനുമാണ്. അപ്പൊ അദ്ദേഹത്തെ ഇതില് ഹബീബ് ഉമർ വിളിക്കുന്നു, നേരിട്ട് വിളിക്കുന്നു. നിങ്ങൾ നേരിട്ട് ദമറിൽ ചെന്ന് ഏകോപന ശ്രമങ്ങൾ നടത്തണം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വരവോടുകൂടി കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഒരാള് ഈ ഹബീബ് ഉമറിന്റെ സംഘത്തോടു കൂടി ഇത് ഏകാഭിപ്രായത്തിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയപ്പോഴാണ് ഇതൊരു ഫലവത്തായ തീരുമാനമാകുന്നത്. അപ്പോ ഇന്നലെയാണ് കാന്തപുരം എ പി മുസ്ലിയാർ ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തതെങ്കിലും മിന്നാന്ന് തന്നെ ഇതിൽ തീരുമാനമായിട്ടുണ്ട്. മിന്നാന്ന് വൈകുന്നേരത്തോടു കൂടി ഇവര് കോടതി വ്യവഹാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ പുറത്ത് അപ്പോഴും യുവാക്കൾക്കിടയിൽ ശക്തമായ വൈകാരികമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇതിപ്പോ പുറത്തു വിടണ്ട. ഇന്നലെ രാവിലെ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഈ ഹുദൈദ ജഡ്ജിയും മറ്റൊക്കെ കൂടി. അവരൊന്ന് അനുനയിപ്പിക്കാനുള്ള യോഗം. അതിനുശേഷം ഇത് ഔട്ട് ചെയ്താൽ മതി എന്നതുകൊണ്ടാണ് ഇന്നലെ പുറത്തു വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഈ 2017 ഈ സംഭവം നടന്നിട്ട് ഈ വിഷയത്തിൽ പലരും ഇടപെട്ടിട്ടുണ്ട്, സാമുവൽ ജെറോമിന്റെ പോലെയൊക്കെയുള്ള പലരും. പക്ഷെ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ വീട്ടുകാരെ നേരിട്ട് ഇടപെട്ട ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇപ്പൊ ഈ 2-3 ദിവസങ്ങളിലാണ് നടന്നത്, അല്ലേ? അതെ അതെ.
അതിനു മുമ്പ് അത് അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവുന്ന ഒന്നും സ്റ്റേറ്റ് നടന്നിട്ടില്ല. ഈ ഇല്ല. പരിസരത്ത് അന്ന് പോലും നമ്മൾ അടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല ശരിക്കും അല്ലേ? അല്ല, അതില് പരിമിതിയുണ്ട്. കാരണം അല്ല, നമ്മുടെ ഇപ്പൊ നമ്മൾ സ്റ്റേറ്റിന്റെ കുറേ സംവിധാനമായിട്ട് കാലങ്ങളായിട്ടേ നിമിഷപ്രിയയുടെ ബ്ലഡ് മണി വാങ്ങാം, അങ്ങനെ ചർച്ച ചെയ്യാം, പൈസ പിരിക്കാം എന്നൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ബ്ലഡ് മണി വീട്ടുകാരുടെ കയ്യിൽ കൊടുക്കുന്ന ആ ഒരു ചർച്ച ഉണ്ടായിട്ടേ ഇല്ല. അവര് വാങ്ങാൻ ഇതുവരെ ഏറ്റിട്ടില്ല പൈസ. അതെ അതെ. അല്ല, അവരുമായിട്ട് ഡയറക്റ്റ് ചർച്ചകൾ നടന്നിട്ടില്ല. ചില ഇടനിലക്കാർ മുഖേന, രണ്ടും മൂന്നും ഇടനിലക്കാർ മുഖേനയുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത്. കാരണം ഇപ്പോഴും. അത്രയും അവിടെ ഈ ഇപ്പോൾ കാന്തപുരം ഉസ്താദിന്റെ സംഘം നേരിട്ടാണ് ചർച്ച നടത്തിയത്. ഇതുവരെ അതിനു ഇത്രയും മുമ്പ്. കാലം, കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഈ കുടുംബവുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ സാധിച്ചിരുന്നില്ല. ഉം. അപ്പൊ അത് നമുക്ക് ഒന്ന് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് സിസ്റ്റം നമുക്കില്ല. അപ്പോ ഇനി ഉണ്ടെങ്കിൽ തന്നെയും അതിൽ പരിമിതികളുണ്ട്. കാരണം സ്റ്റേറ്റിന് പോയിട്ട് ആ ഫാമിലിനോട് നിങ്ങൾ മാപ്പ് കൊടുക്കണമെന്ന് പറയാൻ പറ്റൂല. സ്റ്റേറ്റ് ആണ് ഫാമിലിക്ക് നീതി കൊടുത്തത്. ഇനി ഈ കുടുംബത്തിന്റെ ഇച്ഛയാണ്, അവരുടെ താല്പര്യം മാത്രമാണ്. അപ്പൊ അവരെ സ്വാധീനിക്കാൻ കഴിയുക എന്നുള്ളത് ഇപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഫോളോ ചെയ്യുന്ന ഒരു സുന്നി സൂഫി പാരമ്പര്യത്തിൽ നിന്നുള്ള ഒരു യമനി ഗുരുവും ഇന്ത്യൻ ഗുരുവും കൂടി ഇതിൽ ഇടപെടുന്നു. അവര് എന്തായാലും നിങ്ങളുടെ സഹോദരൻ ഇതാക്കൂ, നിങ്ങൾ മാപ്പ് കൊടുക്കൂ, അവർക്കൊരു കുട്ടിയില്ലേ, അമ്മയില്ലേ, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് ലോകത്തും ഗുണം മാത്രമേ ഉണ്ടാകുള്ളൂ. അതിന്റെ ആത്മീയ വശങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നു, അവരെ കൺവിൻസ് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സൗഹൃദ നീക്കത്തിനുള്ള സാധ്യത മാത്രമേ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും ഏറ്റവും അനുയോജ്യനായ ഒരാളാണ് കാന്തപുരം എ പി ബക്കർ മുസ്ലിയാര്. ആക്ഷൻ കൗൺസിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിലേക്ക് എത്താൻ വൈകിപ്പോയി എന്നതാണ് എനിക്കിതിൽ തോന്നുന്നത്. ഉം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയ വഴി അവര് നടത്തുന്ന ക്യാമ്പയിനുകളെ കുറിച്ച് പറഞ്ഞേ. അപ്പൊ എന്താണ് അവര് പറയുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇത്രയും വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തുന്നത്? നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം, ഇതിന് പ്രതികാരം ചെയ്യണം, ഈ ശിക്ഷ തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണല്ലോ അവരുടെ ഇത്. പിന്നെ പണം വാങ്ങുന്നത് അവര് അപമാനകരമായി കരുതുന്നുണ്ടെന്ന് തോന്നുന്നു പോസ്റ്റുകളൊക്കെ നോക്കുമ്പോ. എന്ത് തരത്തിലുള്ള ക്യാമ്പയിനാണ് അവര് നടത്തുന്നത്? ഒന്ന് ഈ പണം വാങ്ങുന്നതില് യമനിലെ ഗോത്രങ്ങള്, അവര് ഇപ്പം സാമ്പത്തികമായിട്ടുള്ള ദരിദ്രമായ കുടുംബങ്ങൾ പോലും ഭയങ്കര അഭിമാനികളായിട്ടുള്ള ആളുകളാണ് യമനി ഗോത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരു ഘടകം അതാണ്. പിന്നെ മറ്റൊന്ന്, നമ്മളിത് അവരെ ഭാഗത്തുനിന്ന് ഈ ദലാലിന്റെ സഹോദരന്റെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു സഹോദരൻ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് അവർക്കുണ്ടാകുന്ന വൈകാരികമായ വിഷമങ്ങളെ, ആ പ്രയാസങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെ നമ്മൾ നിരാകരിക്കുന്നതിന് പകരം അവരുടെ ആ വികാരങ്ങൾക്കൊപ്പം നിന്ന് അനുനയിപ്പിക്കാനുള്ള സൗഹൃദപൂർവമായ ശ്രമങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ. അവര് സംസാരിക്കുന്നത് അവരുടെ നീതിയെക്കുറിച്ച് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അപ്പൊ നമ്മൾ അവരിൽ നിന്നുള്ള ഒരു ഔദാര്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മാത്രമാണ് ഇപ്പൊ നടത്തുന്നത്. അപ്പൊ അത് അത്രയും സൗഹൃദപൂർവ്വം നടത്തേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ പണം പിന്നെ വാങ്ങിയിട്ട് കുറ്റവാളിയെ ഉം, പിന്നെ വിട്ടയക്കുക എന്നുള്ള ഒരു സിസ്റ്റം എങ്ങനെയാ വന്നത്? ഇപ്പൊ നമ്മളെ നാട്ടിൽ ഈ അങ്ങനെ സിസ്റ്റം ഇല്ലല്ലോ. നമ്മളെ നാട്ടിൽ കോടതികളൊക്കെ അല്ലേ ഇത് തീരുമാനിക്കുന്നത്. അല്ലാതെ ഇപ്പോ എനിക്കോ നിങ്ങൾക്കോ നമ്മളെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ശരി, കുറച്ച് പൈസ വാങ്ങിയിട്ട് ഇയാളെ വെറുതെ വിടാം, അങ്ങനെ ഒരു രീതിയില്ലല്ലോ. അത് നീതിയാണ് എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാ, ഇങ്ങനെ പണം വാങ്ങിയിട്ട് ക്ഷമിക്കാം? ശരിയ കോടതിയുടെ, ശരിയ ലോന്റെ ഒരു സിസ്റ്റം തന്നെ ചിലപ്പോൾ നമ്മൾ ശരിയാ കോടതിയുടെ ചില ശിക്ഷകൾ പറഞ്ഞിട്ട് ഇത് വളരെ ക്രൂരമാണ്, പ്രാകൃതമാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ ശിക്ഷയിലേക്ക് എത്തുന്ന കുറെ ഘടകങ്ങളുണ്ട്. ഇപ്പോ പൊതുവെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് ഒരു ആ, പിന്നെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്കുള്ള ശിക്ഷയെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഈ ശിക്ഷ ഇവിടെ നടപ്പിലാക്കണമെങ്കിൽ ഇത് അതിന്റെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർകോഴ്സ് പ്രോസസ്സ് നേരിട്ട് കണ്ട 4 സാക്ഷികൾ വേണം. അപ്പൊ അത് അത്തരം ഒരു ബന്ധത്തിൽ സാധ്യമല്ല എന്നുള്ളതാണ്. ഇനി ഇതിൽ 3 ആള് സാക്ഷി പറഞ്ഞു, 4 ആളില്ലെങ്കിൽ ഈ ആരോപണം നടത്തിയ 3 ആളുകൾക്കാണ് ശിക്ഷ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വ്യക്തിക്കെതിരെയുള്ള ആരോപണങ്ങളും മറ്റുമായിട്ട് ഒരാൾ വരാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യും. ഒരേ സമയത്ത് ഈ ക്രൈമിനെ ഗുരുതരമായ രൂപത്തിൽ തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതേ സമയത്ത് അത്തരം ആരോപണങ്ങൾ നടത്തുന്നതിൽ നിന്ന് ആളുകളെയും തടയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം, അങ്ങനെ ശരിയല്ലോ എന്റെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അതില് പരമാവധി ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ലോകത്ത് വെച്ചിട്ട് പൂർണ്ണമായ ശിക്ഷ നടപ്പിലാക്കേണ്ടതില്ല, അതിൽ ഇളവുകൾ കൊടുക്കാനുള്ള കുറച്ച് ആത്മീയ മാനങ്ങൾ കൂടി കലർന്ന ഒന്നാണ് ശരിയ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിലൊന്നാണ് സ്റ്റേറ്റ് നീതി നടപ്പിലാക്കുന്നു, അപ്പോഴും അവിടെ കുടുംബത്തിന് ഉം. മറ്റൊരു ഓപ്ഷൻ നൽകുകയാണ്. നിങ്ങൾക്ക് അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു അവസരം കുടുംബത്തിന് കൂടി നൽകുകയാണ്. അപ്പൊ അത് ആ അത് രീതിയിൽ കുറെ ഗവൺമെന്റ് നൽകണമെന്നില്ല.
പണത്തിന് പകരമായി എന്നുള്ളതല്ല. ഉം, കുടുംബത്തിന് വേണമെങ്കിൽ നിരുപാധികം മാപ്പ് കൊടുക്കാം, ഉം. ഇനി ഉപാധികളോടെയും മാപ്പ് കൊടുക്കാം. അല്ല, ഈ രണ്ട് ബാർഗൈനിങ് ഒക്കെ നടക്കുന്നത് രണ്ട് രാജ്യങ്ങളുടെ ഇടപെടലുകൾ, രണ്ട് രാജ്യങ്ങളിലുള്ളവർ പെടുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ അബ്ദുൾ റഹീമിന്റെ വിഷയത്തിലും സൗദിയിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും, നമ്മൾ വലിയ പണം സംഭരിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അപ്പൊ അത് രണ്ട് രാജ്യങ്ങളിലെ പ്രതികളൊക്കെ ആവുമ്പോഴാണോ, അതോ അതാത് രാജ്യങ്ങൾ അവര് തന്നെ ഇത് അല്ല, ആ ചെയ്യുന്നുണ്ടോ? രാജ്യങ്ങളിലാണെങ്കിലും ഇത് തന്നെയാണ് നിയമം. അവര് പരസ്പരം രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഈ ശരിയാലോ അതിർത്തി എന്നതല്ല, രണ്ട് മനുഷ്യന്മാർ തമ്മിൽ എന്നതാണ്. ഇതില് രാജ്യത്തിന്റെ അതിർത്തിക്ക് ഈ ലോലൊരു പ്രസക്തിയില്ല. ഉം, ഉം. ഇപ്പൊ കേരള സ്റ്റോറി ആണ് എന്ന രീതിയിലൊക്കെ വലിയ പ്രചാരണം ഇപ്പൊ ഇതിന് കൊടുക്കുന്നുണ്ട്. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഒരു മുസ്ലിം ഉസ്താദ് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നു. അപ്പൊ ആ രീതിയിൽ അതേപോലെ തന്നെ നമ്മൾ കാണുന്ന വേറൊരു നമ്മളിപ്പോ മുസ്ലിങ്ങൾ എന്നൊക്കെ എല്ലാവരെയും പറയെങ്കിലും വലിയൊരു വിഭാഗം ആളുകൾ നിമിഷപ്രിയ രക്ഷപ്പെടുന്നതിന് എതിരുമാണ്. എന്തിനാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടുന്നത്? ഇത് നിരപരാധി അല്ലല്ലോ, കുറ്റം ചെയ്തൊരു സ്ത്രീയല്ല, അവരെ നമ്മൾ എന്തിനു രക്ഷിക്കണം? ഇതൊക്കെ ഈ കാര്യങ്ങളെയൊക്കെ എങ്ങനെയാ കാണുന്നത്? ഓക്കെ. എന്തുകൊണ്ടാണ് നിമിഷപ്രിയ പിന്നെ ഈ ശിക്ഷാ ഇളവ് അർഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? അല്ല, സ്വാഭാവികമായിട്ടും ആ, ഈ കേസിൽ നമുക്ക് ആ കൃത്യം ചെയ്തതിന്റെ വൈകാരികമായ പശ്ചാത്തലം എന്താണ് എന്നതിലൊക്കെ അവ്യക്തതകളുണ്ട്. ഇപ്പൊ ഒരു വ്യക്തി ഒരു ക്രൈം ചെയ്തു എന്ന് വെച്ച് അതിൽ പുനർവിചിന്തനത്തിനും കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ അവസരം വാങ്ങിക്കൊടുക്കുന്നതിൽ നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് തന്നെ വായിക്കാൻ പറ്റുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ക്രൈമിനെ കുറിച്ച് നിമിഷപ്രിയക്ക് അനുകൂലമായിട്ടുള്ളതും ദലാലിന് അനുകൂലമായിട്ടുള്ളതിലുള്ള വായനകൾ നമുക്ക് മുമ്പിൽ ലഭ്യമാണ്. ഇതിൽ ഒരുപാട് അവ്യക്തതകളുണ്ട്. ഇനി ക്രൈം ചെയ്ത ആളാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പുനർവിചിന്തനത്തിനും പുതിയ ജീവിതത്തിനുള്ള സാധ്യതകൾ നിരാകരിക്കേണ്ടതില്ല എന്നാണ് നമ്മളൊരു ആത്മീയ പക്ഷം എന്ന് പറയുന്നത്. അപ്പൊ അതില് ഈ സാധ്യതകൾ, ഇപ്പൊ ഇത് ഒരു ശരി ആ ലോന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലാണ് കാന്തപുര ഉസ്താദ് പോലും നടത്തുന്നത്. ആ കുടുംബത്തോട് ഇതിൽ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായ ഒരു വശം, സ്റ്റേറ്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ കുടുംബത്തോട് സ്റ്റേറ്റിന് പറഞ്ഞാല്, ഈ സ്റ്റേറ്റ് പറഞ്ഞ ഈ കുടുംബം കൺവിൻസ് ആവുന്നില്ല. ഈ കുടുംബം കൂടി ഫോളോ ചെയ്യുന്ന ഒരു ശരി ആ ലാംഗ്വേജിൽ കാന്തപുരം ഉസ്താദ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ശരിയായി ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്താൽ അത് നിങ്ങൾക്ക് പരലോകത്ത് വെച്ച് അതിനുള്ള പ്രതിഫലം ലഭിക്കും. ജനങ്ങളോട് ക്ഷമിക്കുന്നവനോട് അള്ളാഹു ക്ഷമിക്കും. ഇങ്ങനെയുള്ള ആത്മീയമായ മാനങ്ങളിലൂടെ ശരിയായുടെ ഒരു ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ആ സംസാരിച്ച ഭാഷയിൽ തന്നെ ഇതിന്റെ സാധ്യത എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോ രണ്ടു ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞത് ഇതൊരു സ്വകാര്യ വിഷയമാണ്, പിന്നെ ബ്ലഡ് മണിക്ക് വേണ്ടിയൊന്നും ഒരു സ്റ്റേറ്റിന് മറ്റൊരു സ്റ്റേറ്റിനോട് ഇത്തരത്തിലുള്ള ബാർഗൈനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ കേന്ദ്രത്തിന് പരിമിതികളുണ്ട് കൂത്തികളുമായിട്ടുള്ള ചർച്ചകളിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതേസമയം അങ്ങ് പറയുന്നു ഇതൊരു അതിന് അതീതമായ ഒരു ലാംഗ്വേജ് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഈ കോൺവെർസേഷൻ സാധ്യമായതെന്ന്. എന്താണ് ആ ഭാഷ? മതമാണോ? എന്താണ്? മാനവ സ്നേഹമാണോ? എന്താണ് അത്? ആ ലാംഗ്വേജ് എന്താണത്? അല്ല, അതാണ് അത് ഞാൻ പറഞ്ഞ ആ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ശരി, ഈ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്താണ്, ഈ കുടുംബം ഫോളോ ചെയ്യുന്ന നിയമ വ്യവസ്ഥിതി എന്താണ്. അപ്പൊ യമനിൽ സ്വാഭാവികമായിട്ടും അവിടെ ശരിയ ലോയാണ്. ഈ കുടുംബമാണെങ്കിൽ ഒരു പാരമ്പര്യ സുന്നി കുടുംബമാണ്, ശരിയ കോടതിയെ ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. അപ്പോ അവര് വിശ്വസിക്കുന്ന ആത്മീയ വ്യവസ്ഥിതിയുടെയും അവരഭയം തേടിയ കോടതിയുടെ ശരിയ വ്യവസ്ഥിതിയുടെയും ഭാഷയും സ്വഭാവവും അറിയുന്ന ആളാണ് കാന്തപുരം ഉസ്താദ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി എന്നതാണ് അതിലെ വിജയം. ഉം. ഇപ്പൊ ഇന്നലെ 24ന്റെ ചാനൽ ചർച്ചയില് ഇതിന്റെ ക്രെഡിറ്റിനെ സംബന്ധിച്ചൊക്കെ വലിയ തർക്കവും ബഹളവും ഒക്കെ നടക്കുന്നു. ശരിക്കും പറഞ്ഞാല് ഒരു മലയാളി എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ വളരെ നാണം തോന്നുന്ന തരം ഒരു ചർച്ചയായിരുന്നു അത്. അപ്പോ അതിൽ ഓർമ്മിപ്പിക്കുന്ന കണ്ടോ, ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ എത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു റിസൾട്ട് ഭയങ്കര ഭീകര. ശരിക്കും നിമിഷപ്രിയ രക്ഷപ്പെട്ടിട്ടില്ല. ഒരു താൽക്കാലികമായിട്ടൊരു മരവിപ്പ് ഉണ്ടായിട്ടേ ഉള്ളൂ വധശിക്ഷയ്ക്ക്. ഇനിയും ഒരുപാട് ചർച്ചകൾ മുന്നോട്ട് പോകണം. ഈ കുടുംബം ഇത് ക്ഷമിക്കൂ ഇല്ലേ എന്നുള്ള ഒന്നും നമുക്കറിയില്ല. പക്ഷെ അപ്പോഴേക്കും ഇതിന്റെ ക്രെഡിറ്റിനെ സംബന്ധിച്ച വലിയ അടിപിടി നടക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാ കാണുന്നത്? ഇതിൽ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ടല്ലോ. സാധ്യമാണ് എന്ന് പോലും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ എത്തിയിട്ടുമില്ല. ഇത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഒന്ന്, ഇത്തരം എനിക്ക് ആദ്യം പറയാനുള്ളത് ഇവിടുത്തെ മൊത്തം മാധ്യമങ്ങളോട് ഇത്തരം ഘട്ടങ്ങളില് അത്തരം ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനങ്ങളിലേക്ക് ഈ ചർച്ചകളെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പാനലിസ്റ്റുകളൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ
നമ്മൾ ഈ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ മുഴുവൻ അപകടത്തിലേക്കായി പോകുന്ന രൂപത്തിൽ ഈ ചർച്ചകൾ എത്തും. പിന്നെ രണ്ടാമത് അവരുടെ അമ്മയെ പോലെയുള്ള ആളുകളെ ഇരുത്തി തന്നെ ഈ വൈകാരികമായ സമയങ്ങളിൽ ചർച്ചകൾ നടത്തേണ്ടായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെ ഒരു സംവാദാത്മകമാകുന്ന ഒരു ചർച്ചകളിൽ നിന്നെങ്കിലും അവരെ മാറ്റി നിർത്താമായിരുന്നു. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഇത്രയും വൈകാരികമായിട്ടുള്ള സമരങ്ങളും ക്യാമ്പയിനുകളും അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പകരം ചോദിക്കണം, പണത്തിന് വേണ്ടി അഭിമാനം നഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്ന ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അവിടെ ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന സൂഫി പണ്ഡിതനെയും കാന്തപുരം ഉസ്താദ് എന്ന അവര് ഷെയ്ഖ് അബൂബക്കർ എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ സൂഫി പണ്ഡിതനോടും അവര് പുലർത്തുന്ന ആദരവിൽ നിന്നാണ് അവര് നമ്മളോട് ഔദാര്യപൂർവ്വം ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ ഈ രണ്ടുപേരെയും അവഹേളിച്ചുകൊണ്ട് ഇവരുടെ പങ്കിനെ നിരാകരിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ ആരെങ്കിലും എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്താല് പിന്നെ ഞങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ തീരുമാനങ്ങളിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞ് അവരും ഈ പ്രക്ഷോഭക്കാരുടെ പഴയ അതേ മാനസികാവസ്ഥയിലേക്ക് പോവുകയും ഇപ്പൊ ഇടപെടുന്ന ആളുകൾ പോലും ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അത് നമുക്കിനിയും ഒരുപാട് നടപടിക്രമങ്ങൾ അവിടെ നടക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഹബീബ് ഉമർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായങ്ങൾ ഈ നിമിഷപ്രിയയുടെ അവസാന ഘട്ടം വരെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോ എനിക്കിതിൽ ശരിക്കും ആ ഇതുവരെ ചർച്ച കണ്ടപ്പോ ഭയങ്കര അത്ഭുതമായിരുന്നു. എന്തിന്റെ ക്രെഡിറ്റ് ഇവര് ചോദിക്കുന്നത്? കൊലപാതകത്തിന്റെ ആണോ, തൂക്കിക്കൊലയുടെ ആണോ, വധശിക്ഷയുടെ ആണോ? എന്തിന്റെ ക്രെഡിറ്റാ ഇവര് ശരിക്കും ഇല്ല, ചോദിക്കുന്നത്? ഞാൻ ഇതിലൊരു ആദ്യമായിട്ട് ഇതിലൊരു വലിയ കാര്യം, ഇത് എങ്ങനെയാണ് മലയാളികൾ അറിഞ്ഞത്? കാന്തപുരം എ.പി.ഒ. മുസ്ലിയാർ ഇടപെടുന്നുണ്ട്, എനിക്ക് ഇതിന്റെ ക്രെഡിറ്റ് വേണമെന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? അദ്ദേഹം ഇത് മാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല. ഇപ്പോ പിന്നെ ഈ സത്യത്തില് കാന്തപുരം എ.പി.ഒ. മുസ്ലിയാർ ഇടപെടുന്നു. ഞാൻ ഈ യമനിലെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കൃത്യമായ അപ്ഡേഷൻ അറിയുന്നു. നമ്മൾ വളരെ ആവേശത്തോടെ പ്രതീക്ഷയോടെ, കാരണം ഞാൻ ആദ്യമേ പല സുഹൃത്തുക്കളോടും പങ്കുവച്ച കാര്യമാണ്, ഇത് ഉസ്താദ് ഇടപെട്ടിരുന്നെങ്കിൽ ഇതിൽ വിപ്ലവകരമായ ഒരു ഫലം കാണുന്നുള്ളത്. നമ്മൾ അവിടെ ജീവിച്ചറിയാം ഉസ്താദിന്റെ ഒരു സ്വാധീനം. അപ്പോ ഈ നമ്മുടെ കോൺഗ്രസിന്റെ അനൂപ് വിയാർ, അനൂപിനോട് ഞാൻ പറയാണ്, യമനിൽ ഇങ്ങനെ പ്രതീക്ഷയുള്ള വാർത്തകളുണ്ട്, കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടുണ്ട്. അപ്പോ അനൂപ് ചാണ്ടി ഉമ്മന് കാന്തപുരം ഉസ്താദിനെ വിളിക്കുന്നതിന്റെ ഒരു കാരണക്കാരൻ കൂടിയാണ് അനൂപ് വിയാർ. അപ്പൊ അനൂപ് വിയാറിനോട് ഇതിന്റെ അപ്ഡേഷൻ ഇങ്ങനെ പറഞ്ഞപ്പോ അനൂപ് വിയാർ അത് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയാണ്, ഞാൻ കൊടുത്തൊരു അപ്ഡേഷൻ. അത് മലയാള മാധ്യമങ്ങളിൽ പിന്നെ വലിയ വാർത്തകളാകുന്നു. അങ്ങനെയാണ് ഇത് പുറം ലോകം അറിയുന്നത്. അപ്പോൾ പോലും മർക്കസിന്റെ അധികൃതർ പറഞ്ഞത് അത് വേണ്ടായിരുന്നു, ഞങ്ങൾ അത് മീഡിയകളിലേക്ക് കൊടുക്കണ്ടായിരുന്നു, നമുക്ക് വേണ്ട സഹായങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുക എന്നല്ലാതെ നമ്മൾ ഇതിന്റെ ഒരു ക്രെഡിറ്റിന് വേണ്ടി നടത്തുന്നു എന്ന സ്വരത്തിലേക്ക് ഇത് പോവരുത്, അതുകൊണ്ട് നമ്മളെ ഭാഗത്തുനിന്ന് അപ്ഡേഷൻ കൊടുക്കണ്ട എന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് അവര് ഇത് അനൂപ് വിഹാർ പോസ്റ്റ് ചെയ്തത് കൊണ്ട് ചാണ്ടി ഉമ്മൻ ത്രൂ ആണോ എന്ന് കരുതിയിട്ട് ചാണ്ടി ഉമ്മനെ പോലും വിളിച്ച് ഇത് പുറത്ത് വിടണ്ടായിരുന്നു എന്ന് മർക്കസ് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊരിക്കലും ഇതിന്റെ ക്രെഡിറ്റിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഈ വാർത്ത പുറത്തു വന്നപ്പോ അല്ല, കാന്തപുരം തൊട്ടടുത്ത ദിവസം, ഉസ്താദിനൊക്കെ ഇനി എന്തിന്റെ ക്രെഡിറ്റ് ആണ് ആവശ്യം? അദ്ദേഹത്തിനൊന്നും അല്ല അതാണ്, അല്ല ഒന്നും അതിന്റെ അതിന്റെ ആവശ്യമില്ല. രസകരമായ ഒരു വീഡിയോ, ഈ വാർത്ത പുറത്തു വന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോ 24 ന്യൂസിന്റെ ഒരു പ്രതിനിധി ദീപക് ധർമ്മയുടെ മർക്കസിൽ പോകുന്നുണ്ട് ഉസ്താദിനെ കാണാൻ. ഉം. അദ്ദേഹം മുഖം കൊടുക്കാതെ അദ്ദേഹം പറയുന്നത്, എനിക്കൊന്നും പറയേണ്ടതില്ല, നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, ഞാനിത് ക്രെഡിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, അതുകൊണ്ട് മീഡിയകൾക്ക് മുമ്പിൽ മുഖം പോലും കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ നമ്മളെ പോലെയുള്ള വ്യക്തികളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ മീഡിയകളിൽ വലിയ വാർത്തയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ വിശദീകരണം നൽകാൻ മർക്കസ് അധികൃതർ നിർബന്ധിതരാവുകയാണ്. അങ്ങനെയാണ് അവർ അവസാന ഘട്ടത്തിൽ ഇന്നലെയാണ് അവർ ഔദ്യോഗികമായിട്ട് ഒരു പ്രതികരണം നടത്തുന്നത്. അല്ലാതെ അവര് ഒരിക്കലും ഒരു ക്രെഡിറ്റിന് വേണ്ടി ചെയ്യേണ്ട ഒരു സാധനമൊന്നുമല്ല. അങ്ങനെ ക്രെഡിറ്റ് ഉണ്ടാക്കേണ്ട. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എന്റെ വ്യക്തിപരമായ ബിസിനസ് ആവശ്യാർത്ഥവും അല്ലാതെയും മറ്റുമൊക്കെ ഈ മധ്യേഷ്യ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന കാന്തപുരം എ.പി.ഒ. മുസ്ലിയാരെയും നിരവധി കാലമായി നിരീക്ഷിക്കുകയും വായിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ മലേഷ്യയിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം അസുഖബാധിതനായി കിടന്ന് മോചിതനായ ആശ്വാസം ലഭിച്ച ശേഷം ആദ്യമായി നടത്തിയ വിദേശയാത്ര മലേഷ്യയിലേക്കായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മലേഷ്യൻ ഗവൺമെന്റിന്റെ ആദരവായിരുന്നു അദ്ദേഹത്തിന്. ചാർട്ടേഡ് ഫ്ലൈറ്റ് മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ ദത്തോ അൻവർ ഇബ്രാഹിം അയക്കുകയും ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് കാന്തപുരത്തെ കൊണ്ടുപോകുന്നത്. മലേഷ്യയിലെ മുൻ പ്രധാനമന്ത്രിമാരായിട്ടുള്ള മഹാതിർ മുഹമ്മദ്, നജീബ് അബ്ദുൾ റസാഖ്, പിന്നെ മാലദ്വീപിലെ മുൻ പ്രസിഡന്റ് ഐ തിങ്ക് മഅ്മൂൻ മുഅമ്മർ എന്നാണ് അദ്ദേഹത്തിന്റെ പേരും തോന്നുന്നുണ്ട്, മൊറോക്കോയിലെ രാജാവ് മുഹമ്മദ് ആറാമന്, ജോർദാനിലെ രാജാവ് അബ്ദുള്ള രണ്ടാമന്, നമ്മുടെ ചെച്ചനിയൻ പ്രസിഡന്റ് റംലാൻ കദിറോവ്, ഉസ്ബെക്കിസ്ഥാന്റെ മതകാര്യ മന്ത്രി നൂറുദ്ദീൻ നസറോവ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് രാജ്യങ്ങളിലെ തലവന്മാരുമായിട്ട് വ്യക്തിപരമായി ആഴത്തിലുള്ള സൗഹൃദമുള്ള ആളാണ് കാന്തപുരം എ.പി.ഒ. മുസ്ലിയാർ.
ഇനി മതപണ്ഡിതന്മാരാണെങ്കിൽ ഇപ്പൊ അമേരിക്കയിൽ കാലിഫോർണിയയിലെ സൈത്തൂന യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഷെയ്ഖ് ഹംസ യൂസുഫ്, ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം നേതാക്കന്മാരിൽ ഒരാളാണ്. കാംബ്രിഡ്ജ് മുസ്ലിം കോളേജിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഹക്കീം മുറാദ്, മക്ക കേന്ദ്രീകരിച്ച് ലോകത്തെ ഏറ്റവും വലിയ അറിയപ്പെട്ട പണ്ഡിതനായിരുന്ന സയ്യിദ് അലവി മാലിക്കി, അബ്ബാസ് മാലിക്കി, ഡോക്ടർ ഉമർ കാമിലി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പം ഈജിപ്ത് ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ഡോക്ടർ അലി ജുമുഅ, ഈജിപ്തിന്റെ ഇപ്പോഴത്തെ വഖഫ് മന്ത്രിയായിട്ടുള്ള മതകാര്യ മന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഉസാമ അൽ അസ്ഹരി കാന്തപുരത്തിന്റെ അനുയായി കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ലോകം മുഴുവൻ നെറ്റ്വർക്ക് ഉള്ള അത്രയും സ്വാധീനമുള്ള, ശരിക്കും മലയാളികൾക്കിടയിൽ ഒരു വിശ്വ പൗരൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പൊ നമ്മള് ഈ ശരിക്കും ഒരു അഭിമാനിക്കേണ്ട ഒരു വ്യക്തി, ഇപ്പൊ ഈ നിമിഷപ്രിയയുടെ വിഷയം വന്നതുകൊണ്ട് മാത്രം പറയല്ല, അതിനു മുമ്പാണെങ്കിലും മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒക്കെ അഭിമാനമാകേണ്ട ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. പക്ഷെ കേരളത്തിലെ തന്നെ തീർച്ചയായും മുസ്ലിങ്ങൾ ഇദ്ദേഹത്തെ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? എന്ത് ഗ്രാൻഡ് മുഫ്തി, എന്ത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോഴും കേരളത്തിൽ ഏതൊക്കെ മുസ്ലിങ്ങൾ ഇപ്പോ മറ്റ് മതസ്ഥര് തമ്മിലുള്ള വൈരത്തേക്കാൾ വളരെ ഭീകരമാണോ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള വൈരം എന്ന് ഞാൻ ഇത് കാണുമ്പോൾ വിചാരിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ആ ഒരു വിയോജിപ്പ് എവിടുന്നാണ്? നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് ആണോ, അംഗീകരിക്കപ്പെടുന്നതിലുള്ള പ്രശ്നമാണോ, എന്ത് തരം? സ്വാഭാവികമായിട്ട് ഇതില് കാന്തപുരം ഉസ്താദ് കടന്നു വന്ന ഒരു വഴിയുണ്ട്. ഇപ്പം അദ്ദേഹം ഒരുപക്ഷെ ഒരു ഒറ്റയാനായി നമ്മളിപ്പോ നിമിഷപ്രിയയുടെ വിഷയത്തിൽ പോലും അനുഭവിക്കുന്ന ആശ്വാസം എന്നത് കേവലം 72 മണിക്കൂർ നേരത്തെ ഇടപെടലിന്റെ ഫലമൊന്നുമല്ല. മറിച്ച് വളരെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഒറ്റക്ക് പൊരുതി താണ്ടി ജയിച്ച ഒരു മനുഷ്യന്റെ ഒരു ആയുസ്സിന്റെ കർമ്മഫലം കൂടിയാണ്. ഉം. അപ്പോ അദ്ദേഹം ജീവിച്ചു വന്ന വഴികൾ, പിന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെ കേരളത്തിൽ എന്തെങ്കിലും ഇവിടെ വർഗീയമായ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കാന്തപുരത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എപ്പോഴും ഇവിടുത്തെ ഒരു സെക്യുലർ സമൂഹത്തിന്റെ ഭാഗമായി അവരുടെ എല്ലാ വിഷയങ്ങളിലും ഭാഗവാക്കാകുന്ന, അത്തരം എല്ലാ വിഷയങ്ങളിലും കൂടെ നിൽക്കുന്ന, ഇവിടുത്തെ എല്ലാ ഭരണകൂടങ്ങളുമായും സൗഹൃദപൂർവ്വം എൻഗേജ് ചെയ്യുന്ന, നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെങ്കിൽ പോലും കെ കരുണാകരനുമായിട്ട് കാന്തപുരത്തിനുണ്ടായിരുന്ന സൗഹൃദം, നിരവധി ഇടതുപക്ഷ, അതിനെ പ്രത്യേകം പറയേണ്ടതില്ല. അദ്ദേഹം പല കാലങ്ങളിലും കൂടുതലും സഹകരിച്ചതും മറ്റും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള സൗഹൃദങ്ങള്, ഇപ്പം ഉമ്മൻചാണ്ടിയുമായിട്ട്, ഇപ്പൊ ഈ വിഷയത്തില് കാന്തപുരത്തോട് തന്നെ അഭ്യർത്ഥിച്ച ചാണ്ടിയുമ്മന്റെ പിതാവുമായിട്ടുള്ള സൗഹൃദങ്ങള്, ഇത്തരം ആളുകളൊക്കെ ആയിട്ട് വളരെ ആഴത്തിൽ സൗഹൃദമുള്ള, ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മത പണ്ഡിതൻ ജീവിക്കേണ്ടത് എന്ന് കാണിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആ നിലപാടിനോട് പോലും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആളുകള് നമ്മുടെ നാട്ടിലുണ്ട് എന്നത് ഖേദകരാണ്. ഞാൻ ഈ വിഷയത്തിൽ കണ്ട വലിയൊരു വിപ്ലവകരമായ ഒരു സാധനം, കാന്തപുരം എ പി മുസ്ലിയാർ നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പല കാലങ്ങളിൽ ലീഗുമായിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും മറ്റു വിഷയങ്ങളിലൊക്കെ ഭിന്നാഭിപ്രായങ്ങൾ നിലനിർത്തുന്ന വിവിധ സംഘടനകളും പാർട്ടികളുമുണ്ട്. അപ്പൊ അവര് രാഷ്ട്രീയമായി സഹകരണമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി പോലും പല വിഷയങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ എല്ലാ വിമർശനങ്ങൾക്കും അപ്പുറം എല്ലാവരും ആ ഒറ്റ മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന ദിവസം നമ്മൾ ഇന്നലെ കണ്ടു. അപ്പൊ ആ ഇന്നലെയുള്ള ദിവസം കാന്തപുരം ഉസ്താദിന്റെ ചുറ്റും കൂടി നിന്നവരും അതിൽ നിന്ന് മാറി നിന്നവരും എന്ന രണ്ട് സമൂഹം ഇന്നലെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാക്കാനുണ്ട്. അപ്പോ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നലത്തോടു കൂടി കാന്തപുരം കേരളത്തിൽ ഉസ്താദ് കമ്മ്യൂണിസ്റ്റ് ആണോ? കാന്തപുരം ഉസ്താദ് കമ്മ്യൂണിസ്റ്റ് ആണോ, അതോ സോഷ്യലിസ്റ്റ് ആണോ, അതോ അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തിൽ മറ്റെന്തെങ്കിലും വേടാണോ അതിന്റെ? അല്ല, അദ്ദേഹം ഒരു പാരമ്പര്യ സൂഫി മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ ബഹുസ്വര സമീപനം പോലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റുകളോട് നിരന്തരം സംഘട്ടനങ്ങളിൽ ഏർപ്പെടുന്നത്, ഇപ്പൊ അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്, പൊതുവെ അവരോട് പറയാറുള്ളത്, നിങ്ങൾ തെരുവുകളിൽ അടികൂടുന്നു, LCD ക്ലിപ്പുകളിൽ അഭിരമിക്കുന്നു എന്നാണ്. അവരെന്തായിരുന്നു തെരുവുകളിൽ അടികൂടിയിരുന്നത്? അവരെന്തിനായിരുന്നു LCD ക്ലിപ്പുകളുമായി അഭിരമിച്ചത് എന്നത് ആലോചനീയമാണ്. അവര് കേരളത്തിലെ ഈ ചില തീവ്ര സലഫി ഗ്രൂപ്പുകൾ, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റുകൾ, ഇവർക്കെതിരെ ഇവരെ പലരും മനസ്സിലാക്കാതെ പല കാലങ്ങളിൽ പല കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയപ്പോൾ അതിന്റെ ഒരു തരി പോലും കറ പുരളാത്ത, എക്കാലത്തും ഇത്തരം പ്രസ്ഥാനങ്ങളോട് വിയോജിച്ച് അതിനെതിരെ പൊരുതി നിന്ന ഒരു മനുഷ്യൻ കൂടിയാണ് കാന്തപുരം ഉസ്താദ്. സമുദായത്തിന്റെ അകത്ത് നിന്ന് അദ്ദേഹം നേടിയ ശത്രുതകൾ മുഴുവനും ഒരു പരിധിവരെ അതുകൊണ്ട് കൊണ്ടുകൂടിയാണ്. അപ്പൊ അദ്ദേഹം എടുക്കുന്ന ബഹുസ്വര സമീപനത്തിലൂടെ
ബഹുസ്വര സമുദായത്തിൽ അദ്ദേഹം എടുക്കുന്ന വളരെ സൗഹാർദ്ദപൂർവമായ ഈ സമീപനത്തിലൂടെ അദ്ദേഹം നിർമ്മിച്ച രണ്ടു തരം ശത്രുക്കളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ഈ സൗഹാർദ്ദപൂർവമായ സമീപനം ഇഷ്ടപ്പെടാത്ത ഇതര ആ, സമുദായത്തിൽ നിന്നുള്ള ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രസ്ഥാനത്തിന്റെ ആളുകൾ. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ ഈ സൗഹാർദ്ദപൂർവമായ സമീപനം ഇഷ്ടപ്പെടാത്ത സ്വന്തം സമുദായത്തിന്റെ അകത്തുള്ള ചില തീവ്ര ചിന്താഗതിക്കാര്. ഇന്നലെ ഉള്ള വാളുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകും. മതേതര കേരളം മുഴുവൻ കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഞാൻ ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള തുച്ഛമായ ജനങ്ങൾ മറ്റൊരു ഭാഗത്ത് മാറി നിൽക്കുന്നു. കേരളത്തിന്റെ രണ്ട് മനസ്സുകൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വേർതിരിച്ച് അവരെ നിർത്തി കേരളത്തിന് കാണിച്ചു കൊടുക്കുക കൂടി ചെയ്തു ഇന്നലെ കാന്തപുരം ഉസ്താദ്. ഈ സംഭവത്തിന് അങ്ങനെയും കൂടെ ഒരു ഹിസ്റ്ററി ഉണ്ട് ശരിക്ക്. പിന്നെ അതെ. ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളൊക്കെ ഉയർന്നു വരാനെങ്കിലും അത് കാരണമായി. ഇപ്പൊ ക്രെഡിറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതല്ലാതെ ഇത്തരം കാര്യങ്ങൾ ഈ ഭരണകൂടങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത, കേന്ദ്രത്തിന് ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ കഴിയാത്തൊരു വിഷയത്തില് ഇത്രയും മുതിർന്ന ഒരു ആത്മീയ നേതാവ് ഇടപെടുമ്പോൾ ഇതൊക്കെയാണ് മതമെങ്കിൽ ഇത് കൊള്ളാം, ഇതാണ് മതവും മത നേതാക്കന്മാരും മതപണ്ഡിതരും എങ്കിൽ ഇതൊക്കെയാണ് എന്ന് മതവിശ്വാസികളല്ലാത്തവർക്ക് പോലും തോന്നി കാണുമായിരിക്കും ഇന്നലെ എന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, മതം അടിസ്ഥാനപരമായിട്ട് ഗുണകാംക്ഷയാണ്. ഇപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം ഫലത്തിൽ അത് പറയട്ടെ. വരാറില്ല, പലപ്പോഴും ഉപദ്രവമായി വരും. അതുകൊണ്ട് ആളുകൾ അതിനെ ഞാൻ നിഷേധിക്കും. സംഘടനാപരമായിട്ട് എന്റെ ഒരു ചെറിയ പ്രായത്തില് സംഘടനാപരമായിട്ട് എതിർ സംഘടനയിൽപ്പെടുന്ന ഒരാളെ കുറച്ച് കഠിനമായി ആക്ഷേപിക്കുന്ന സ്വരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ്, 5-8 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇട്ടു. അപ്പൊ അന്ന് ഈ കാന്തപുരം ഉസ്താദിനെ പോലുള്ള നേതൃത്വം നമ്മളെ വിളിച്ച് ഗുണകാംക്ഷിക്കുന്നത്, മോനെ അത് തിരുത്തണം, അത്ര അപകടകരമായ വാക്കുകളൊന്നുമല്ല. ഇപ്പം ഇപ്പൊ സ്വാഭാവിക ഉള്ളിൽ ഒരു സമീപനവും പുറത്തൊരു സമീപനവും കാണിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് ആട്ടിൻ തോരണിന് ചെന്നായ എന്ന പ്രയോഗം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അപ്പൊ ഉസ്താദ് നമ്മളെ ഗുണദോഷിക്കുന്നത്, മോനെ അത് നമ്മുടെ സംസ്കാരമല്ല, ആ പദം മോൻ പിൻവലിക്കണം, അദ്ദേഹം നിന്നെക്കാൾ പ്രായമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ എന്ത് തന്നെ ആവട്ടെ, നിങ്ങൾ ഇവിടെയുള്ള ഈ വിവാദങ്ങളിൽ അല്ലെങ്കിൽ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ കാന്തപുരം ഉസ്താദിന്റെ സ്റ്റേറ്റ്മെന്റുകളോ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളോ നോക്കുകയാണെങ്കിൽ മറ്റൊരാളെ ആക്രമിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രയോഗം അദ്ദേഹത്തിൻ്റെതായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. അദ്ദേഹം സ്വീകരിച്ച ഒരു ഭാഷയും ശൈലിയും, അദ്ദേഹം ഒരിക്കലും മറ്റൊരാൾക്ക് ഉപദ്രവമാകുന്ന ഒരു സമീപനവും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം നടത്തിയ 2 കേരള യാത്രകൾ, അദ്ദേഹം ഇവിടുത്തെ ഒരു മതപണ്ഡിതനാണല്ലോ, പക്ഷെ അദ്ദേഹം നടത്തിയ 2 കേരള യാത്രകളും മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള യാത്രകളായിരുന്നു. ഇപ്പൊ കണ്ണൂരില് മാനവ കെ സംഘമാണ് നടത്തുന്നത് എന്നിട്ടല്ലേ? മാനവ സംഘം മതസംഘം. അല്ലെ, കണ്ണൂരില് കെ മതസംഘം അല്ലായിരുന്നു. സുധാകരനാണ്. ഞാനത് നോക്കി അതെ, വിചാരിച്ചിട്ടുണ്ട്. മതസംഘമോ മതസംഗതികളല്ല, മാനവ സേവയും മാനവ സംഗമങ്ങളും ഒക്കെയാണ്. അതെ. കണ്ണൂരിൽ മട്ടന്നൂര് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കേരള യാത്രയുടെ സ്വീകരണം നടന്നപ്പോ ഇ.പി. ജയരാജനാണോ കെ സുധാകരനാണോ പ്രസംഗിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അവര് പറഞ്ഞത്, തെരുവിൽ പരസ്പരം പോരടിച്ച് നിൽക്കുന്ന ഞങ്ങളെ രണ്ടുപേരെയും ഒരേ വേദിയിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞു എന്നതാണ് ഈ സംഗമത്തിന്റെ വിജയം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സൗഹൃദം അങ്ങനെ, അദ്ദേഹം ഒരിക്കലും ഒരു വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടൊന്നും നിന്ന ആളൊന്നുമല്ല. എല്ലാവരോടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്ന, എല്ലാ ഭരണകൂടങ്ങളുമായും അദ്ദേഹത്തിന്റെ ഈ സമൂഹത്തിനും സമുദായത്തിനും വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പൊസിഷനിൽ നിന്ന് മാത്രമേ അദ്ദേഹം ഇടപെട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ കുറച്ചും കൂടി ഒരു സൂഫി ബേസിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായ ഇടപെടലുകളും പെരുമാറ്റങ്ങളുമായിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നത്. അപ്പൊ ഇത് കാന്തപുരം കുറച്ച് വലിയ പറയുന്നതാണ് മതമെങ്കിൽ ഇദ്ദേഹമാണ് മതപണ്ഡിതൻ വെച്ചാൽ ഇതൊക്കെ ഇവിടെ നിലനിൽക്കട്ടെ തൽക്കാലം. മതമൊക്കെ മതം വേണ്ട എന്നൊക്കെ പറയുന്ന, ഞാനും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളാണ്. പക്ഷെ ഇദ്ദേഹമൊക്കെയാണ് മതപണ്ഡിതനെങ്കിൽ, ഇദ്ദേഹം പറയുന്നതാണ് മതമെങ്കിൽ, ഇതിൽ ഈ സ്നേഹവും അലിവും കരുണയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിവിടെ നിലനിൽക്കട്ടെ ഇല്ല, എന്ന്. നിമിഷപ്രിയയുടെ വിഷയത്തിൽ പോലും ഇദ്ദേഹത്തിന്റെ ഈ മതപരമായ സ്നേഹത്തിന്റെയും എനിക്ക് തോന്നുന്നത് അലിവിന്റെയും നിമിഷപ്രിയയുടെ വിഷയം ഒരു നിമിത്തം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ 10-90 വർഷത്തെ ഈ ലൈഫിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ആയിരം കാര്യങ്ങളുണ്ട്. ഇതുപോലെ പുറത്തു പറയാത്തതും ക്രെഡിറ്റ് എടുക്കാത്തതും ഒക്കെ ഉണ്ടാകും. ഇത് എന്തുകൊണ്ടോ ഈ സമയത്ത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എഴുതപ്പെടേണ്ട ഒരു സംഭവം ആയതുകൊണ്ട് ഇത് പുറത്തു വന്ന് വലിയ ചർച്ച ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ഭുതമായിരുന്നു തീർച്ചയായും. ഇതില് ഇടപെട്ടു, ഇതില് വന്നു എന്നൊക്കെ കേട്ടപ്പോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ത്യ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ഒരുപാട് നല്ല ആത്മീയ ആചാര്യന്മാരും മതപണ്ഡിതന്മാരുണ്ട്. പിന്നെ അതല്ലാതെ ഇപ്പൊ ചിലപ്പോൾ ഞാൻ കാണുമ്പോഴുള്ള കുഴപ്പമായിരിക്കും, ഇപ്പൊ യമനെയൊക്കെ ഞാൻ വളരെ ഒരു ബാക്ക്വേർഡ് കൺട്രി ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അല്ലാതെ ഒരുപാട് ഇപ്പോ മറ്റു പല രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ആളുകൾ മതം പഠിക്കുന്നത്, എന്തിനാണ് യമനിൽ പോയി മതം പഠിക്കുകയും ഒക്കെ ചെയ്ത്? എന്തുകൊണ്ടാണ് യമൻ? എന്തുകൊണ്ട്? അങ്ങനെയല്ലേ നമ്മളെ ഈ ഇപ്പൊ കാന്തപുര ഉസ്താദൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഈ ഒരു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു സൂഫി ഇസ്ലാം,
ഇതിന്റെ ബേസ് ശരിക്കും യമനിലാണ്. ഈ അരക്ഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലും അവര് അതിജീവിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. കാന്തപുരസ്താദ് ഇവിടെ പ്രചരിപ്പിക്കുന്ന അതേ ഒരു സൂഫി ഇസ്ലാം ഫോളോ ചെയ്യുന്ന വലിയൊരു വിഭാഗം ഈ ഹബീബ് ഉമറിന്റെ ഒക്കെ നേതൃത്വത്തിൽ യമനിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ ഞാന് യമനിലെ തരീമില് പഠിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോ ഇതിന്റെ ഒരു രസകരമായ ഒരു അനുഭവം. ഞങ്ങൾ അവിടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണം എന്ന് അന്വേഷിക്കുമല്ലോ. വളരെ തിരിച്ച് അത്രയും നമ്മൾ മാനസികമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു ആ നാടിനോട്. അപ്പൊ അവിടുത്തെ ചില ആളുകൾ പറഞ്ഞു, ഒലീവ് മരത്തില് അഹ്കാഫ് മലനിരകളിലെ ഒലീവ് മരത്തിൽ കൂട് കെട്ടിയ തേനീച്ചയുടെ കൂടാണ്, സോറി തേനീച്ചയുടെ തേനാണ്. അത് അത്രയും ഔഷധ മൂല്യമുള്ള ഒരു തേനാണ്, വളരെ വില കൂടിയ തേനാണ്. അപ്പൊ നമ്മൾ അത് ശേഖരിക്കുന്നു. വേറൊരാൾ പറയുന്നു, നമ്മളെ മതപരമായി വലിയ ഒരു ആത്മീയ സ്ഥാനത്തെത്തിയ ഷെയ്ഖ് അബൂബക്കർ സാലിം എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ ഖബറിടത്തിലെ മണ്ണാണ്, ഒരു ആത്മീയമായ വിശുദ്ധി കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ മറുപടി പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. അവസാനം ഞങ്ങളെ ഗുരുവിന്റെ അടുത്ത്, ഈ ഹബീബ് ഉമർ തങ്ങളുടെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൻത അസ്ഹാബുൽ ഹിന്ദ്, നിങ്ങൾ ഇന്ത്യക്കാർ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് ഹുസ്നുൽ തന്നെയാണ്. മറ്റുള്ള മനുഷ്യരെ കുറിച്ച് നല്ല ഭാവന പുലർത്താൻ ശ്രദ്ധിക്കുക, ആരെയും തെറ്റിദ്ധരിക്കാതിരിക്കുക, എല്ലാവരെ കുറിച്ചും നല്ല ചിന്ത പുലർത്തുക. അപ്പൊ അതിന് അറബിയിൽ ഹുസ്നുൽ തന്നെ എന്നാണ് പറയുക, സദ്ഭാവന. അതാണ് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് എന്നായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് നൽകിയ ഉപദേശം. അപ്പൊ അവരുടെ ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യമാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ. അപ്പൊ ആ സൂഫി ലോകത്ത് അറിയപ്പെട്ട ഒരു ഫിലോസഫറാണ് അദ്ദേഹം. ഞാൻ ഈ തെരീമില് 2 വർഷത്തോളം ജീവിച്ചിട്ട് ഒരാൾ മറ്റൊരാളെ തെറ്റിദ്ധരിക്കുക എന്നുള്ളത് ഞാൻ അവിടെ കണ്ടിട്ടില്ല. അപ്പോ നമുക്കത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പ്രയാസമാകുന്ന അത്രയും ആത്മീയമായ ഒരു സൂഫി ഫിലോസഫിയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഈ തെരീമിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്ന മമ്പുറം തങ്ങള്, ഇവിടെ അത്രയും ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇവിടുത്തെ അധിനിവേശ പോരാട്ടങ്ങൾക്ക് അവിടെ നിന്ന് വന്ന് ഈ നാട്ടിലെ മനുഷ്യരോടൊപ്പം ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടിയുള്ള അധിനിവേശ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മനുഷ്യനാണ് മമ്പുറം തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഈ തങ്ങന്മാരും സൂഫികളും നടത്തിയ വലിയൊരു പാരമ്പര്യമുണ്ട്. അതിന്റെ തുടർച്ചയിൽ വരുന്ന ഒരാളാണ് കാന്തപുരം ഉസ്താദ്. അപ്പൊ മമ്പുറം തങ്ങൾ വന്ന നാട്ടിലേക്ക് കാന്തപുരം ഉസ്താദിലൂടെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു നിമിത്തം കൂടി ഇതുണ്ട്. മമ്പുറം തങ്ങളെ നാടാണ് ഈ തരി എന്ന് പറയുന്നത്. മമ്പുറം തങ്ങളുടെ ആ കുടുംബത്തിൽ വന്ന പിൽക്കാലത്ത് വന്ന ഒരാൾ കൂടിയാണ് ഈ ഷെയ്ഖ് ഹബീബ് ഉമർ എന്ന് പറയുന്നത്. അവരൊരേ കുടുംബമാണ്, ബാലവി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. ഒരേ സൂഫി ഓർഡറാണ്, ഈ സൂഫി സ്കൂൾ എന്ന് പറയും. ഒരേ ധാരയുടെ വക്താക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നിമിത്തങ്ങൾ, ഒരുപാട് കൗതുകകരമായ സംഗതികൾ കൂടി ഇതിലുണ്ട്. അപ്പൊ ഈ സൂഫി ഇസ്ലാമിന്റെ ഒരു ട്രഡീഷണൽ പഠനങ്ങളൊക്കെ നടക്കുന്ന ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹബീബ് ഉമർ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹംസ യൂസുഫിനെ പോലെ ലോകത്ത് ഈ ഒരു സൂഫി ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ഹംസ യൂസുഫ് ഇപ്പൊ US-ന്റെ മതകാര്യ കൗൺസിലിലൊക്കെ അംഗത്വം വന്ന ആളാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ ഹബീബ് ഉമറിന്റെ ശിഷ്യന്മാരും അനുയായികളുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഏറ്റവും സ്വാധീനമുള്ള സൂഫി നേതാവ് എന്നുള്ള നിലക്കാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി പോയത്. കാന്തപുരം ഉസ്താദും ഹബീബ് ഉമർ ഉസ്താദും തമ്മിലുള്ള ഒരു കോമൺ പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവര് രണ്ടും ഒരേ സൂഫി ഇസ്ലാമിന്റെ വക്താക്കളാണ്. അതായത് കാന്തപുരം ഉസ്താദ് ഇന്ത്യയിൽ പ്രതിനിധീകരിക്കുന്ന സുന്നി സൂഫി ഇസ്ലാമിന്റെ യമനിലെ വക്താവാണ് ഷെയ്ഖ് ഹബീബ് ഉമർ. അപ്പോ ഈ സ്ഥാപനങ്ങൾ തമ്മിൽ സാമ്യമുണ്ടോ? ഇപ്പൊ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവിടുത്തെ, അല്ല ഇവിടെ ഇവർ നമ്മൾ കുറച്ചും രണ്ടുപേരും കൂടെ ഫോളോ മതത്തിന് ചെയ്യുന്ന അതീതമായി നമ്മൾ കുറച്ചും കൂടെ ജനറൽ കാര്യങ്ങളൂടെ പഠിക്കേണ്ട, അവിടെ മതം തന്നെയായിരിക്കും കൂടുതൽ അല്ലേ? മതപരമായ പാഠശാലയാണ്, മതപരമായ സെമിനാരി ആണെങ്കിൽ പോലും അതിനപ്പുറത്തുള്ള, ഇപ്പൊ നോക്കൂ, കേരളത്തിലുള്ള അദ്ദേഹം വിശ്വസിക്കുന്ന മതസമൂഹത്തിന് പുറത്തുള്ള ഒരു സഹോദരിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലാക്കേണ്ട, അവിടുത്തെ ഈ ഇതിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ ഉണ്ട്, അദ്ദേഹത്തിനെതിരെ പോലും ക്യാമ്പയിൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ അദ്ദേഹത്തിനെതിരെ, കാരണം യമൻ എന്ന് പറയുന്ന വളരെ അരക്ഷിതമായ ഒരു സ്ഥലമാണ്. അദ്ദേഹം ഇത് എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ഇതിൽ ഇടപെടുമ്പോ അങ്ങനെ ഭയപ്പെട്ടിരുന്നോ, ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നില്ല? ഇദ്ദേഹത്തിന്റെ ജീവന് പോലും ഭീഷണിയാകും എന്നൊക്കെയുള്ള ഘട്ടം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, എന്റെ ജീവിതവും മരണവും തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോ ആ ഭയത്തിൽ നിന്ന് നമുക്ക് ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ല. സന്തോഷകരമായ വാർത്തയെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു നൽകും ഇൻഷാ അല്ലാ എന്നാണ് അവരുടെ പ്രതിനിധികൾ അവരുദ്ധരിച്ചുകൊണ്ട് അറിയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ജീവിതവും അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫിയും ഒക്കെ അത്രയും മനോഹരമായ, അത്രയും മാനവീകമായ ഒന്നാണ്. ഉം. അപ്പോ നമ്മള് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചെന്ന് തോന്നുന്നു. ഇനിയിപ്പോ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ സൂഫിസം ഒക്കെ രസകരമായി സംസാരിക്കാനുണ്ട്. നമുക്ക് വേറൊരു അവസരത്തിൽ അത് സംസാരിക്കാം. ഓക്കെ. അതിന്റെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു കാണുമല്ലോ.
ഇത്രയും വലിയ തീർച്ചയായും. രണ്ട് വലിയ ഉസ്താദുമാരുടെ പരിസരങ്ങളിലൊക്കെ ജീവിക്കാൻ പറ്റിയതിന്റെ എന്തെങ്കിലുമൊക്കെ ഗുണമൊക്കെ അങ്ങേക്കും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നന്ദി. നിമിഷപ്രിയയുടെ ഓക്കെ. മോചനം സാധ്യമാകട്ടെ. ആളുകൾ ക്രെഡിറ്റ് എടുക്കാനുള്ള തർക്കത്തിൽ നിന്നൊക്കെ പുറകോട്ട് പോയിട്ട് കാര്യം സാധിക്കുന്നതിലേക്ക്, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരട്ടെ. വളരെ നന്ദി. താങ്ക് യു.